അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായി നിങ്ങളിലേക്ക് വരാൻ പറ്റിയില്ല ഒരു വീഡിയോയുമായിട്ട്. അൽഹംദുലില്ലാഹ്, വീണ്ടും തജ്വീദ് എന്ന ഒരു പാഠ്യശാസ്ത്രവുമായിട്ടാണ് ആ പഠനത്തെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് അറിവുകൾ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, അഭിപ്രായം പറയുക. അൽഹംദുലില്ലാഹ്, തജ്വീദോടുകൂടി ഖുർആൻ ഓതൽ നമുക്ക് നിർബന്ധമാണ്. മുഹമ്മദ് ബിൻ അൽ ജസരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മത്നിൽ പറയുന്നുണ്ട്, തജ്വീദോടുകൂടി ഖുർആൻ ഓതൽ ഏറ്റവും നിർബന്ധമായ കാര്യമാണ്. അത് ചെയ്യാത്തവൻ തെറ്റുകാരാണ്. അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം, ഏതൊരുവൻ ഖുർആനിലെ അക്ഷരങ്ങൾ നന്നാക്കി നിയമം പാലിച്ച് പാരായണം ചെയ്യുവാൻ ഉള്ള കഴിവും അവസരവും ലഭിച്ചിട്ടും അവൻ്റെ ധിക്കാരമോ അവൻ്റെ അഹങ്കാരമോ അല്ലെങ്കിൽ ദുരഭിമാനമോ നിമിത്തം അവൻ പഠിക്കാതെ തെറ്റോടുകൂടി തന്നെ പാരായണം തുടർന്നാൽ അവൻ പാപിയാണ്. അള്ളാഹുവിൻ്റെ വചനത്തോട് കാണിക്കുന്ന അനീതിയും സത്യസന്ധത ഇല്ലായ്മയും ആണ് അത് എന്ന് ആരാണ് പറയുന്നത്? മുഹമ്മദ് ബിൻ അൽ ജസരി റഹ്മത്തുള്ളാഹി. ഇനി തജ്വീദ് അറിയാത്തവനിൽ രണ്ട് തെറ്റ് സംഭവിക്കുന്നു. ഒന്ന് ലഹ്നുൽ ജലിയ്, അതായത് വ്യക്തമായ വലിയ തെറ്റ്. രണ്ട് ലഹ്നുൽ ഖഫിയ, അതായത് ചെറിയ തെറ്റുകൾ, അതായത് അവ്യക്തമായ ചെറിയ തെറ്റുകൾ. അതായത് ലഹ്നുൽ ജലിയ് എന്ന് പറയുമ്പോൾ, അതായത് വ്യക്തമായ വലിയ തെറ്റുകൾ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലും സ്വഭാവത്തിലും മാറ്റം സംഭവിക്കുന്നത് വഴി അർത്ഥത്തിലും ആശയത്തിലും വലിയ വ്യത്യാസം ഉണ്ടാക്കലാണ് ഈ വ്യക്തമായ തെറ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ തെറ്റ് ഒഴിവാക്കാൻ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ്റെ മേൽ നിർബന്ധമാകുന്നു. ഇനി വലിയ തെറ്റിനുള്ള ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഹറക്കത്തുകൾ ശ്രദ്ധിക്കാതെ അത് മാറ്റം വരുത്തുക. അതായത് പിന്നെ വേറൊന്ന് പറയാന്ന് വെച്ചാൽ, നീട്ടേണ്ടിടത്ത് നീട്ടാതെയും ഹറക്കത്തുള്ളിടത്ത് നീട്ടിയും പാരായണം ചെയ്യുക. അതുകൊണ്ട് നാം അതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇനി ലഹ്നുൽ ഖഫീർ, ലഹ്നുൽ ഖഫീർ, അതായത് അവ്യക്തമായ ചെറിയ തെറ്റുകൾ. ഉച്ചാരണത്തെ നന്നാക്കാതെ, പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാതെ പാരായണം ചെയ്യുന്നതിനെയാണ് അവ്യക്തമായ തെറ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, 2 ഹർക്കത്ത് നീട്ടേണ്ടിടത്ത് 4-5 ഹർക്കത്ത് നീട്ടുക. അതായത് 2 ഹർക്കത്ത് നീട്ടേണ്ടിടത്ത് 4-5 ഹർക്കത്ത് നീട്ടുക. പിന്നെ അക്ഷരങ്ങളെ മണിക്കൽ, വ്യക്തമാക്കൽ, ഇങ്ങനെയുള്ളിടത്ത് ശ്രദ്ധയില്ലാതെ പാരായണം ചെയ്യുക. അപ്പോൾ ഏതാണ് ഒരു 2 തെറ്റുകൾ? ലഹ്നുൽ ജലിയ്, ലഹ്നുൽ ഖഫിയ, ലഹ്നുൽ ജലിയ്, ലഹ്നുൽ ഖഫിയ. അപ്പോൾ ഈ 2 തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം, ഏതൊക്കെയാകുന്നു അത് എന്ന്. ഇനി തജ്വീദ് പഠനശാസ്ത്രത്തിൽ ഉൾക്കൊള്ളുന്ന 3 ശാഖകളുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം നാം അറിഞ്ഞിരിക്കണം. പിന്നെ സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ സ്വഭാവം. പിന്നെ അഹ്കാമുൽ തജ്വീദ്, അതായത് തജ്വീദ് നിയമങ്ങൾ. ഏതൊക്കെയാണ് തജ്വീദ് പഠനശാസ്ത്രം ഉൾക്കൊള്ളുന്ന 3 ശാഖകൾ? മഖാരിജുൽ ഹുറൂഫ്, സിഫാത്തുൽ ഹുറൂഫ്, അഹ്കാമുൽ തജ്വീദ്. ഈ 3 ശാഖകൾ ഉൾക്കൊള്ളുന്നതാകുന്നു തജ്വീദ് പഠനശാസ്ത്രം. ഇൻഷാ അല്ലാഹ്, അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും ഇതേക്കുറിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വീണ്ടും ഞാൻ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ്, അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.